എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീലത ജയചന്ദ്രൻ. നമ്മൾ ഇന്നിവിടെ പറയുന്നത് എന്താണെന്നറിയാമോ? സി വേഴ്സസ് പൈത്തൺ ആണ്. രണ്ടു തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇവിടെ പറയുന്നത്. അതായത് ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇത് സി എന്ന് പറയുന്നത് ഒരു ഇംപെറേറ്റീവ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജും പൈത്തൺ എന്ന് പറയുന്നത് ഒരു ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജും ആണ്. ഓക്കെ, ആ സമയത്ത് സിയിൽ നമുക്ക് വേരിയബിൾ ഡിക്ലറേഷൻ എന്ന് പറയുന്ന മസ്റ്റ് ആണ്. പൈത്തണിലാണെങ്കിൽ വേരിയബിൾ ഡിക്ലറേഷൻ നമുക്ക് പറയേണ്ട. അതുപോലെ ഡാറ്റ ടൈപ്പ് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നില്ല. നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റ എന്താണോ അതിനനുസരിച്ച് അതിന്റെ ഡാറ്റ ടൈപ്സ് മാറാറുണ്ട്, അല്ലെ? സിയിലാണെങ്കിൽ അങ്ങനെയല്ല. നമ്മൾ ഡാറ്റ ടൈപ്പ് സ്പെസിഫൈ ചെയ്ത് തന്നെ നമ്മൾ അവിടെ ഡിക്ലറേഷൻ കൊടുക്കണം. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ പോയിന്റേഴ്സ് നമ്മൾ സിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് പൈത്തണിലാണെങ്കിൽ നമുക്ക് ഇവിടെ പോയിന്റർ എന്ന് പറയുന്ന കൺസെപ്റ്റ് നമുക്കിവിടെ ഇല്ല. ഓക്കെ, പിന്നെ പറയുന്നതെന്ന് പറഞ്ഞാൽ സി എന്ന് പറയുന്ന ഒരു കമ്പൈൽഡ് ലാംഗ്വേജ് ആണ്. അതേസമയത്ത് പൈത്തൺ എന്ന് പറയുന്നത് ഒരു ഇന്റർപ്രറ്റഡ് ലാംഗ്വേജ് ആണ്. ഓക്കെ, പിന്നെ സിയിലാണെങ്കിൽ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. പൈത്തനുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് സിയിൽ ലിമിറ്റഡ് ഫംഗ്ഷൻസേ ഉള്ളൂ. അതേസമയത്ത് പിന്നെ പൈത്തണിലാണെങ്കിൽ ലാർജ് എമൗണ്ട് ഓഫ് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് അവൈലബിൾ ആണ്. ഓക്കെ, നമ്മൾ ഡാറ്റ സ്ട്രക്ചറിന്റെ കൺസെപ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഇതെല്ലാം നമ്മൾ എന്താണ് എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടി വരും. അതേസമയത്ത് പൈത്തണിൽ അതല്ല. അതിനകത്ത് ബിൽറ്റ് ഇൻ ആയിട്ട് കുറെ ഫംഗ്ഷൻസ് ഉണ്ട്. ഇൻസേർട്ട്, അപ്ഡേറ്റ്, ആഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫംഗ്ഷൻസ് ഉണ്ട്. ആ ഫംഗ്ഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡാറ്റ സ്ട്രക്ചർ കുറച്ച് വളരെ ഈസി ആയിട്ട് നമുക്ക് അവിടെ ചെയ്യാൻ സാധിക്കും. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് സിയില് പിന്നെ നമ്മൾ കമ്പൈൽ ചെയ്തിട്ട് ഇതെന്താണ് ഡയറക്റ്റ് ആയിട്ട് മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്, അല്ലെ? ആ സമയത്ത് പൈത്തണിൽ അങ്ങനെയല്ല. ഫസ്റ്റ് എന്ത് ചെയ്യാ അത് കമ്പൈൽ ചെയ്ത് ബൈക്കോഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതിനുശേഷമാണ് ഇന്റർപ്രറ്റ് ചെയ്തിട്ട് എന്താണ് എക്സിക്യൂട്ടബിൾ ആയിട്ട് കൺവേർട്ട് ചെയ്ത് വരുന്നത്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് സിക്കകത്ത് പിന്നെ കോംപ്ലക്സ് ഡാറ്റ സ്ട്രക്ചർ ഇല്ല, അവൈലബിൾ അല്ല. ആ സമയത്ത് പൈത്തനകത്താണെങ്കിൽ കോംപ്ലക്സ് ഡാറ്റ സ്ട്രക്ചർ ഉണ്ട്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സി എന്ന് പറയുന്നത് സ്റ്റാറ്റിക്കലി ടൈപ്ഡും അതുപോലെ പൈത്തൺ എന്ന് പറയുന്നത് ഡൈനമിക്കലി ടൈപ്ഡ് ലാംഗ്വേജും ആണ്. ഓക്കെ, അടുത്തെന്ന് പറഞ്ഞാൽ സിന്റാക്സ് ഓഫ് സി എന്ന് പറയുന്നത് നമ്മുടെ പൈത്തന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് ഹാർഡാണ്. ആ സമയത്ത് പിന്നെ പൈത്തണിലാണെങ്കിൽ എന്താണ് അത് ഈസി ടു ലേൺ, റൈറ്റ് ആൻഡ് റീഡ്. ഓക്കെ, അത് കുറച്ച് ഈസിയാണ്. സിയെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അത് ഈസിയാണ്. പിന്നെ വരുന്ന ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സി ചെയ്യുന്ന സമയത്ത് അതിന്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് ഡോട്ട് സി ആയിരിക്കും. ആ സമയത്ത് പൈത്തൺ എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് PY ആണ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പോയിന്റ് പറയുന്നതെന്ന് പറഞ്ഞാൽ എന്താണ് സിയിൽ ടെസ്റ്റിങ്ങും ഡീബഗിങ്ങും കുറച്ച് ടഫാണ്. അതേസമയത്ത് പൈത്തണിലാണെങ്കിൽ ഇത് രണ്ടും വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും കമ്പയർ ടു സി. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ് സി ഈസ് കോംപ്ലക്സ് ദാൻ പൈത്തൺ, അല്ലെ? അതേസമയം പൈത്തൺ എന്ന് പറയുന്നത് മച്ച് ഈസിയർ ദാൻ സി. പിന്നെ വരുന്ന ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ഇഫ് സ്റ്റേറ്റ്മെന്റ് ഒക്കെ യൂസ് ചെയ്യില്ലേ? ഇഫ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുമ്പോൾ സിക്കകത്താണെങ്കിൽ നമ്മൾ എന്താണ് ബ്രാക്കറ്റ്സിനകത്ത് വേണം കണ്ടീഷൻസ് സെറ്റ് ചെയ്യാൻ. ആ സമയത്ത് പൈത്തണിലാണെങ്കിൽ അങ്ങനെ ബ്രാക്കറ്റ്സ് ഇല്ല. പക്ഷെ ഇഫിന്റെ എൻഡിൽ നമ്മൾ എന്ത് കൊടുക്കണം? ഒരു കോളൻ അവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇഫ് പാരാന്തസിസിനകത്ത് എന്ത് പറയുന്നുണ്ട്? കണ്ടീഷൻസ് പറയുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ബ്രാക്കറ്റ്സ് കൊടുത്തിട്ട് ആണ് അതിന്റെ പ്രോഗ്രാം സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അതുപോലെ തന്നെ അതിനകത്ത് എൽസ് പാർട്ട് നമുക്ക് പറയാം. എൽസ് പാർട്ടിനകത്തും എന്താണ് നമ്മൾ കേളി ബ്രാക്കറ്റ്സിനകത്താണ് അതിന്റെ സ്റ്റേറ്റ്മെന്റ്സ് അവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ അങ്ങനെ വേണ്ട. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇഫ് കൊടുക്കുക, കോളൻ കൊടുക്കുക, അതിന്റെ തൊട്ട് താഴെയായിട്ട് അതിന്റെ സ്റ്റേറ്റ്മെന്റ് പറയുക, then എൽസ് പറയുക, വീണ്ടും കോളൻ കൊടുക്കുക, അതിന്റെ സ്റ്റേറ്റ്മെന്റ്സ് പറയുക. പിന്നെ വേറൊരു ഡിഫറൻസ് മെയിൻ ആയിട്ടൊരു ഡിഫറൻസ് നമ്മൾ പറഞ്ഞാല് എന്താണ് ഇതിലെ ബ്ലോക്ക് സെപ്പറേഷൻ എന്ന് പറയുന്നത് കേളി ബ്രാക്കറ്റ്സ് ആണ് സിയിൽ, അല്ലെ? കേളി ബ്രാക്കറ്റ്സിനകത്താണ് ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ് എഴുതുന്നത്. ആ സമയത്ത് പൈത്തണിൽ അങ്ങനെയല്ല. ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് എത്ര ഇന്റന്റ് ചെയ്യുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് ആ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഒരേ സെയിം ഇന്റന്റിൽ വരുന്നതെല്ലാം ഒരു ബ്ലോക്കിൽ എന്നുള്ളതാണ് അവിടെ ഐഡന്റിഫൈ ചെയ്യുന്നത്. പിന്നെ സി എന്ന് പറയുന്നത് ഫാസ്റ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് ആണ്. ആ സമയത്ത് പിന്നെ പൈത്തൺ എന്ന് പറയുന്ന കമ്പയർ ടു സി അത് കുറച്ച് സ്ലോ ആണ്. പിന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സിയിലാണെങ്കിൽ എല്ലാ സ്റ്റേറ്റ്മെന്റും എൻഡ് ചെയ്യുന്നത് ഒരു സെമിക്കോളനിലാണ്, അല്ലെ? കണ്ടീഷൻസ് ഒഴിച്ചിട്ട്, അതായത് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റും ഇഫ് പിന്നെ സ്വിച്ച് അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒഴിച്ച് ബാക്കി എല്ലാം എന്താണ് എൻഡ് ചെയ്യുന്നത് സെമിക്കോളനിലാണ്. ആ സമയത്ത് പൈത്തണിൽ അങ്ങനെ ഒരു സ്പെസിഫൈഡ് ലൈൻ എൻഡ് അവിടെ പറയുന്നില്ല. ഓക്കെ, ഇത്രയാണ് സിയും പൈത്തണും തമ്മിലുള്ള ഡിഫറൻസ്. എല്ലാവർക്കും മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്നവരെ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഓക്കെ, നമ്മുടെ കുഞ്ഞു ചാനലാണ്. അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ പ്രോഗ്രാമിംഗ് ഒക്കെ പഠിക്കുന്നവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.